മണ്ണാർക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരെ പെരുവഴിയിലാക്കിയ പരിഷ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് സ്റ്റാൻഡിൽ CPM കൗൺസിലർമാരുടെ പ്രതിഷേധം. യാത്രക്കാർക്ക് സൗകര്യമൊരുക്കിയില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് കൗൺസിലർമാർ പറഞ്ഞു. നഗരസഭാധികൃതരെ അനീതി അവസാനിപ്പിക്കുക. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയും കൗൺസിലിൽ വേണ്ടവിധം ചർച്ച ചെയ്യാതെയും ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രം മാറ്റി യാത്രക്കാരെ പെരുവഴിയിലാക്കി എന്നാരോപിച്ചാണ് ഇടതുപക്ഷം കൗൺസിലർമാർ പ്രതിഷേധവുമായി എത്തിയത്. പുതിയ പരിഷ്കാരം കൊണ്ട് വലഞ്ഞത് യാത്രക്കാരാണ്. എവിടെയാണ് ബസ് കാത്തു നിൽക്കേണ്ടതെന്ന് അറിയാത്ത സ്ഥിതിയാണ്. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്ക് കനത്ത പ്രഹരമാണ് പുതിയ പരിഷ്കാരം. ജനങ്ങളുടെ ക്ഷേമത്തിനാണ് നഗരസഭ പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത CPM നഗരസഭ പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യൻ പറഞ്ഞു. ഈ ബസ് സ്റ്റാൻഡിനകത്തെ സൗകര്യങ്ങൾ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? എന്താണ് നഗരസഭ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല? രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുണ്ടാക്കിയുള്ള ബസ് സ്റ്റാൻഡുകൾ ഉൾപ്പെടെ, റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ, എയറോഡ്രോമുകൾ ഉൾപ്പെടെ, പോർട്ടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം സുരക്ഷിതമായി ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ടത് പ്രാഥമികമായ കടമയാണ്. ആ കടമയാണ് ഇവിടെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വരുന്ന മനുഷ്യർക്ക് എവിടെ ഇരിക്കണം, എവിടെ നിൽക്കണം, എവിടെയാണ് ബസ് നിർത്തുക എന്ന് പോലും അറിയാത്ത രൂപത്തിലേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ പ്രതിഷേധവും പരാതിയുമായി ഞങ്ങളെ സമീപിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നഗരസഭ തിരുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അവർ ബന്ധപ്പെട്ട അധികാരികളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം പോയി കണ്ട് സംസാരിച്ചപ്പോൾ ഞങ്ങളൊരു പ്രക്ഷോഭത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ടല്ല വന്നത്. പക്ഷേ ഇവർ തിരുത്തില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തിരുത്തേണ്ടതുണ്ട്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇത് തിരുത്താനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിനാണ് ഈ പ്രതിഷേധം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. K. വത്സലകുമാരി അധ്യക്ഷത വഹിച്ചു. K. മൻസൂർ, CP പുഷ്പാനന്ദൻ, മുഹമ്മദ് ഇബ്രാഹിം, ഹസീന, N. സിന്ധു, P. ഖൈറുന്നിസ, സൗദാമിനി എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.